മന്ത്രവാദം ഏറ്റ ആൾക്ക് ഞാൻ ചെയ്തേക്കുന്നത് ദുർമന്ത്രവാദമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഏതെങ്കിലും ഒരാൾ പറയുന്നു, ഇപ്പോൾ ഒരു ഇത് എന്താണ് യോനി പൂജയുണ്ട് അല്ലെങ്കിൽ താന്ത്രിക് സെക്സ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ രീതിയെ ഇങ്ങനെയൊന്നും അല്ല. ഏതൊരു സ്ത്രീക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ അത് യൗവനയുക്തയായ സ്ത്രീയല്ല, കുമാരിമാരാണ് അതിന് ഉപയോഗിക്കുന്നത്. അതായത് ഋതുമതിയായിട്ടുള്ള കുമാരിമാര്, കന്യകമാരെയാണ് ഇതിരുത്തുന്നത്. ഒരു ശക്തിയുടെ സിംബലിനെയാണ് നമ്മളിവിടെ യോനി എന്ന് പറയുന്നത്. യോനി, ഈ ലിംഗം എന്ന് പറയുന്നത് ലയേന ഗമിക്കുന്നതാണ് ലിംഗം. ലിംഗം എന്നാൽ ചിഹ്നം എന്നാണ് അർത്ഥം. ശ്മശാന കാളിക, ദക്ഷിണ കാളിക, അങ്ങനെ പല രൂപഭാവങ്ങളിലൂടെ ഉണ്ട്. ദുർഗയുടെ ആണെങ്കിലും പല ഭാവങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്റെ മുമ്പിൽ മന്ത്രവാദം മാത്രമേ ഉള്ളൂ, അതിന് സത്തും ദുർവും ഒന്നുമില്ല. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഈ ബ്ലാക്ക് മാജിക്കിന്റെ പല കാര്യത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ആഭിചാരമാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നുണ്ട്, അല്ല കടുത്ത ദുർമന്ത്രവാദം, അതായത് നല്ല മൂർത്തികളെ ഒന്നും ആരാധിക്കാതെ ദുർമൂർത്തികളെ വെച്ച് ചെയ്യുന്നതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സത്യത്തിൽ ഈ ബ്ലാക്ക് മാജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകൾക്ക് ആ കർമ്മഫലം തിരിച്ചടിക്കും, അവർക്ക് രക്ഷയുണ്ടാവില്ല എന്നൊക്കെ കേൾക്കാറുണ്ട്. അതിന്റെ ഒരു വിശദീകരണം തരാമോ? എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്. കർമ്മം ചെയ്യുന്നതിന് ഫലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കർമ്മഫലം ഉണ്ടാകും. ആ കർമ്മം ചെയ്തത് ഏത് രീതിയിലാണോ അതനുസരിച്ചിട്ടായിരിക്കും ഫലം ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ ചക്ക അല്ലെങ്കിൽ പ്ലാവയിൽ ഉണ്ടാകുന്ന ചക്കയായിരിക്കും, മാവയിൽ ഉണ്ടാകുന്ന മാങ്ങയായിരിക്കും. ഒരു മുള്ളുമുറിക്കാണെങ്കിൽ അത് മുള്ളുമുറിക്കായിരിക്കും, മുള്ളായിരിക്കും ഉണ്ടാകുക. അപ്പം ഏത് കർമ്മത്തിനും അതിന്റെ സമാനമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാകും. പിന്നെ ബ്ലാക്ക് മാജിക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ പദം, അത് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ മന്ത്രവാദം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുത്ത മന്ത്രവാദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കറുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെഗറ്റീവുകളെ കുറിക്കുന്നതാണ് കറുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിഗൂഢതകളുടെ ഭാവമാണ് കറുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ മന്ത്രവാദത്തില് അങ്ങനെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ അങ്ങനെ ആഭിചാരം എന്ന് പറയുന്ന ഒന്നിനെയോ ആചാരം എന്ന് പറയുന്ന ഒന്നിനെയില്ല. അത് ചെയ്യുന്ന ആളിന്റെ സ്വഭാവവും കർമ്മത്തിന്റെ ഫലം ഏതിനെ ആശ്രയിക്കുന്നു അതിനെ ആശ്രയിച്ച് നമുക്ക് ദുർമന്ത്രവാദമെന്നോ സദ്മന്ത്രവാദമോ എന്നൊക്കെ തിരിക്കുക. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ സദ്മന്ത്രവാദവും ദുർമന്ത്രവാദവും ഇല്ല, ഒന്നേ ഉള്ളൂ, മന്ത്രവാദമേ ഉള്ളൂ. മന്ത്രവാദം ഒന്നേ ഉള്ളൂ. അത് നമുക്ക് ഒരാൾക്കത് സദ്മന്ത്രവാദമാകുമ്പോൾ മറ്റൊരാൾക്ക് ദുർമന്ത്രവാദമായിട്ട് തോന്നും. ഉദാഹരണമായിട്ട് ഇപ്പോ നമ്മുടെ അടുക്കൽ ഒരു ആവശ്യം പ്രകാരം വന്നേക്കുക, അയാളുടെ അയൽവക്കക്കാരൻ അയാളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല, കടുത്തമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ എത്തിക്കുക, പലപ്പോഴും പല സാധനങ്ങൾ കൊണ്ട് കുഴിച്ചിടുക ഇയാളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഇയാളെ ശാരീരികവും മാനസികവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുക എന്ന് പറയുന്നതാണ്. അയാൾ നമ്മളൊക്കെ വന്ന് പറയുന്നത് അയാളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം എന്നാണ്. അപ്പൊ സാധാരണഗതിയിൽ നമുക്കൊരു ശാന്തി കർമ്മം കൊണ്ട് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇയാൾക്ക് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ നേരൊരു ബലപ്രയോഗം വേണം. ഇപ്പൊ ഉദാഹരണം നമ്മുടെ നിയമ സംവിധാനങ്ങൾ തന്നെ അങ്ങനെയാണ്. അക്രമത്തെ നമുക്ക് വിക്രമം കൊണ്ട് അടിച്ചമർത്താൻ പറ്റുള്ളൂ. അക്രമം എന്ന് പറഞ്ഞാൽ ക്രമമില്ലാത്ത രീതിയിൽ പോവുക എന്നാണ് അക്രമം. വിക്രമം എന്ന് പറഞ്ഞാൽ അതിനെ ക്രമമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കും. ഫോഴ്സ് ഉപയോഗിച്ചാലേ ചില കാര്യങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ അയാൾക്ക് പോയിട്ട് നമ്മൾ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു ശാന്തി മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ആളെ നേരെ നിർത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. അയാൾക്ക് ചിലപ്പോൾ ഒരു ബലപ്രയോഗം, ഒരു ഷോക്ക് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പൊ ആ രീതിയിൽ ഒരു കർമ്മം നമ്മൾ ചെയ്യാന്ന് വെക്കുക. അപ്പൊ അങ്ങനെ ഒരു കർമ്മം ചെയ്ത് അയാളെ താൽക്കാലികമായി സ്തംഭിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സ്തംഭിപ്പിക്കുന്ന ഞാൻ ആ കർമ്മം ചെയ്തു, സ്തംഭന കർമ്മം ഞാൻ ചെയ്തു എന്ന് വയ്ക്കുക. അപ്പോൾ എൻ്റെ അടുക്ക വന്ന ആള്, എന്നെ അഭയം പ്രാപിച്ച വ്യക്തിക്ക് അതൊരു സത്മന്ത്രവാദ ക്രിയയാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്ത സത്മന്ത്രവാദ ക്രിയയാണ്. പക്ഷേ ഈ മന്ത്രവാദം ഏറ്റ ആൾക്ക് ഞാൻ ചെയ്തേക്കുന്നത് ദുർമന്ത്രവാദമാണ്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ കണ്ണിൽ കൂടെ കാണുമ്പോൾ സദ്മന്ത്രവാദമാണോ ദുർമന്ത്രവാദമോ ആണോ എന്നുള്ളത് അതിന്റെ ഫലത്തെയും സാമൂഹ്യ നീതിയെയും ധാർമ്മിക ബോധത്തെയും അടിസ്ഥാനമാക്കിയാണ് നമുക്ക് തരംതിരിക്കാൻ പറ്റുള്ളൂ. എന്റെ ഒരു ആശയ സംഹിത വെച്ചിട്ട് അന്ധവിശ്വാസവും വിശ്വാസവും എന്ന് പറയുന്നത് ഒരു തരംതിരിവില്ല. എല്ലാ വിശ്വാസവും നമുക്ക് അന്ധവിശ്വാസമാക്കി മാറ്റാം. കാരണം വിശ്വാസമായതുകൊണ്ട് തന്നെ അതിന് അന്തമില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് അന്ധവിശ്വാസം എന്ന് പറയാം. കർമ്മത്തിന്റെ ഫലം എങ്ങനെ കിട്ടുന്നു അതിനെ ആശ്രയിച്ച് അത് ലഭിക്കുന്ന ആളും നോക്കിക്കാണുന്ന ആളെയും അതനുസരിച്ച് വേണമെങ്കിൽ നമുക്കത് സത്മന്ത്രവാദം ദുർമന്ത്രവാദം എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഒരു പട്ടാളക്കാരൻ ഒരാളെ വെടിവെച്ച് കൊന്നാൽ, ഒരു ശത്രു രാജ്യത്തു നിന്നുള്ള കടന്നുകയറ്റക്കാരനെ വെടിവെച്ച് കൊന്നാൽ നമ്മളെ സംബന്ധിച്ച് ആ പട്ടാളക്കാരൻ ചെയ്തത് സത്ക്രിയയാണ്. മറിച്ച് ആ ശത്രു രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഈ പട്ടാളക്കാരൻ ചെയ്തത് ഒരു ദുഷ്കർമ്മമാണ്. അപ്പോ ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് സദ്മന്ത്രവാദമാണോ ദുർമന്ത്രവാദമാണോ എന്ന് വ്യാഖ്യാനിക്കേണ്ടത്. എന്റെ മുമ്പിൽ മന്ത്രവാദം മാത്രമേ ഉള്ളൂ, അതിന് സത്തും ദുർവും ഒന്നുമില്ല. രണ്ട്, മൂർത്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ ആ സാധാരണഗതിയിൽ നമുക്ക് ഓരോ നേരത്തെ ഒരു അക്രമത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഫോഴ്സ്,
എത്രത്തോളം വേണം അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന മൂർത്തിയെ ഉപയോഗിക്കുക. അതെ. ഇപ്പോ ഏതെങ്കിലും ഒരു ദുർബലനായ ഒരു വ്യക്തി ഒരു ടൗണിൽ കിടന്നിട്ട് മദ്യപിച്ച് വെറുതെ അവിടെ കിടന്ന് അസഭ്യം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അയാളെ തിളയ്ക്കാൻ വേണ്ടി ഒരു ബറ്റാലിയൻ പോലീസിന്റെ ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ 2 പോലീസുകാർ ബൈക്കിൽ ചെന്നിട്ട് പിടിച്ച് ഓട്ടോയിൽ കയറി കൊണ്ടുവരാവുന്ന ദൂരേ ഉള്ളൂ. അപ്പം ഈ എതിരാളി എതിർ കർമ്മം എത്രത്തോളം ശക്തമാണെന്ന് നോക്കിയിട്ടാണ് ഇവിടെ മൂർത്തി ഏത് വേണമെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ഭദ്രകാളിയുടെ തന്നെ പല രൂപങ്ങളുണ്ട്. ശ്മശാന കാളിക, ദക്ഷിണ കാളിക, അങ്ങനെ പല രൂപഭാവങ്ങളിലൂടെയുണ്ട്. ദുർഗയുടെ ആണെങ്കിലും പല ഭാവങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് എതിരെ ചെയ്തിരിക്കുന്ന ആ ആള് ഏത് കർമ്മമാണ്, ഏത് മൂർത്തിയാണ് വച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ മൂർത്തിയെ എതിരിടാൻ തക്കതായ ശേഷിയുള്ള ഒരു മൂർത്തിയും ഒരു ശക്തമായ മന്ത്ര സംവിധാനങ്ങളും കർമ്മ രീതികളും ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ബലിയോടുകൂടിയുള്ള വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ രൗദ്രഭാവത്തിലുള്ള മൂർത്തികളെയും അതിന് സമാനമായിട്ടുള്ള ഹവിസുകളും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം ആ കർമ്മം ചെയ്യേണ്ടത്. ഒരു മൂർത്തിയെ സെലക്ട് ചെയ്യുമ്പോൾ ആ മൂർത്തിക്ക് വേണ്ട ഹവിസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എതിർ ഭാഗത്ത് നിൽക്കുന്ന ആളും അയാൾ ഉപയോഗിച്ചിട്ടുള്ള മൂർത്തിയും ഏതാണെന്ന് നോക്കി അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ ഒരു മൂർത്തി സംവിധാനവും മന്ത്രരീതികളും കർമ്മരീതികളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഈ കർമ്മത്തെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ദുർമന്ത്രവാദമെന്നോ മന്ത്രവാദമെന്നോ ബ്ലാക്ക് മാജിക് എന്നോ അവർക്ക് ഇഷ്ടമുള്ള അറിയുന്ന പേരുകളിലൊക്കെ വിളിക്കാൻ പറ്റും. നമ്മുടെ പേരിൽ ഇതിനെ മാന്ത്രികം എന്ന് മാത്രമേ വിളിക്കുള്ളൂ. ഇപ്പം വേറൊരു തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ താന്ത്രിക് സെക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ താന്ത്രിക് സെക്സിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് പറയും, ഇതാ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്, നിനക്ക് താന്ത്രിക് സെക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു യഥാർത്ഥ വശമോ, ഇത് എത്രത്തോളം ഉപാസന ചെയ്യണം, എത്രത്തോളം ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് കിട്ടണം, ഇതൊക്കെ വേറൊരു തലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അങ്ങൊന്ന് പറയാമോ? പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒരു എന്താണ് തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പഞ്ചമകാര പൂജയിലാണ് മൈഥുനം എന്ന് പറയുന്ന ആ ഭാഗം വരുന്നത്. അതിൽ പ്രത്യക്ഷത്വം ഉള്ളതുകൊണ്ട് യോഗവിദ്യാപരമായിട്ടുള്ളതുണ്ട്. രണ്ടായിട്ട് കാണണം നമ്മൾ. അതിനെ പ്രത്യക്ഷ രീതി ചെയ്യുന്ന കർമ്മമുണ്ട്, അല്ലാതെ നമ്മുടെ മാനസികമായിട്ട് ചെയ്യുന്ന കർമ്മമുണ്ട്. പക്ഷെ അത് ആ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ താന്ത്രിക് സെക്സ് എന്ന് പറയുന്നത്, നമ്മുടെ താന്ത്രിക് എന്ന് നമ്മളിപ്പോ പലപ്പോഴും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് താന്ത്രിക് സെക്സ് ആണ്. ലോകരാജ്യങ്ങളിൽ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗികത എന്ന ഒരു വിവക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിന് തന്ത്രത്തിന്റെ ഒരു സാധനാ മാർഗത്തിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന മൈഥുനം എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളൂ. ഇത് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ ടിബറ്റൻ ബുദ്ധിസത്തിൽ നിന്ന് ഉണ്ടായ ഒരു സംവിധാനമാണ് ഈ താന്ത്രിക് സെക്സ് എന്ന് പറയുന്നത്. അതായത് യോഗിനിമാര് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, യോഗിനിമാര്. അപ്പൊ ഈ ടിബറ്റൻ ബുദ്ധിസത്തില് ഈ യോഗിനിമാരെന്ന് പറയുന്ന ഒരു ഭാഗം ആളുകള് ഇവിടെ നിന്ന് പോയ പല ബുദ്ധിസ്റ്റുകളും അല്ലെങ്കിൽ ബുദ്ധമതത്തെ കുറിച്ച് പഠിക്കാനായിട്ട് പോയ ആളുകളും അവിടെ പോയിട്ട് ഈ താന്ത്രിക ബുദ്ധിസം പഠിച്ചിട്ടുണ്ട്. താന്ത്രിക ബുദ്ധിസം അതിലൊരു ഭാഗമായ ഈ യോഗിനിമാര് പിന്നീട് ഇന്ത്യയിൽ വരികയും ഭാരതത്തിലേക്ക് പര്യടനം നടത്തുകയും ഇവിടെ പല ആളുകൾക്കും അത് ദീക്ഷ കൊടുക്കുകയും ചെയ്തു. കാലാന്തരത്തില് ഈ യോഗിനിമാരുടെ ഈ ദീക്ഷാ സമ്പ്രദായം ഒരു ലൈംഗികതയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് മാറുകയും പിന്നീട് അത് പലപ്പോഴും നിരോധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ദേവദാസി സമ്പ്രദായം എങ്ങനെയാണ് വേശ്യാവൃത്തിയായി പോയി മാറിയതുപോലെ അത് വളരെ പുണ്യപരമായിട്ടുള്ള വളരെ ആചാരാനുഷ്ഠാന ഭാഗത്തിൻ്റെതായിട്ടുള്ള ഒന്നാണ് ദേവദാസി സമ്പ്രദായം. അത് പിന്നീട് വന്ന് മാറിയപ്പോഴേക്കും അത് ഒരു വേശ്യാവൃത്തി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അത് കടന്നു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ യോഗിനിമാരുടെ ഈ ഒരു സമ്പ്രദായ രീതി, ദീക്ഷാ സമ്പ്രദായ രീതി കുറെ കഴിഞ്ഞപ്പോൾ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട്, ആളുകളെ ആകർഷിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറുകയും അത് ഈ താന്ത്രിക ബുദ്ധിസം, താന്ത്രിക് സെക്സ് ആയിട്ട് മാറുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറി അധപ്പതിച്ചു പോയതാണ്. അല്ലാതെ ഈ യോനി പൂജ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല കേട്ടോ. യോനി പൂജ എന്ന് പറയുന്നത് മറ്റൊന്നാണ്, ശക്തി പൂജക്ക് പറയുന്നതാണ്. ശക്തി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, സ്ത്രീയുടെ ശക്തിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് യോനിയാണ്. അപ്പൊ ആ യോനി സങ്കല്പത്തിൽ ശക്തിയെ ഉപാസിക്കുന്ന കാമാക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയുണ്ട്. അത് ഇതുമായി കൂട്ടിക്കിഴക്കരുത്. പിന്നീട് പലപ്പോഴും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ സ്ത്രീയുടെ യോനിയെ
അതായത് സ്ത്രീ ലൈംഗിക അവയവത്തെ പൂജിച്ച് അതിനെ ഈ രീതിയിലേക്ക് ആക്കുന്ന ഒന്നാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. അത് തെറ്റായ ഒന്നാണ്. ഇവിടെ യോനി എന്ന് പറയുന്ന ഒരു സിമ്പല് മാത്രമാണ്, അല്ലാതെ ഈ സ്ത്രീയുടെ ഒരു ജനനേന്ദ്രിയത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ശക്തിയുടെ സിമ്പലിനെയാണ് നമ്മളിവിടെ യോനി എന്ന് പറയുന്നത്. യോനി, ഈ ലിംഗം എന്ന് പറയുന്നത് ലയേന ഗമിക്കുന്നതാണ് ലിംഗം. ലിംഗം എന്നാൽ ചിഹ്നം എന്നാണ് അർത്ഥം. അപ്പൊ ഈ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ അതിന്റെ സംയോഗം, അതായത് ശക്തി പുരുഷനും തമ്മിൽ ചേരുന്ന ഒരു ഭാഗമാണത് പൂർണ്ണത എന്ന് പറയുന്നത്. അതിനെ പ്രത്യക്ഷ തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലെ യോനി പൂജയും അതിനുശേഷം ഈ സ്ത്രീയുമായിട്ട് വേഴ്ച നടത്തണം എന്നൊക്കെയുള്ള ഒരു രീതിയൊക്കെ പിന്നീട് കൊണ്ടുവന്ന് ഇതിനെ ഒരു വ്യവസായിക വാണിജ്യ മാർഗമാക്കിയും ഉപജീവന മാർഗമാക്കിയും മാറ്റിയ പല ആളുകളും ഈ വളരെ പവിത്രമായിട്ടുള്ള ഈ ഒരു സാധനാ സമ്പ്രദായത്തെ ഒരു വേശ്യാവൃത്തിക്ക് സമാനമായ ഒന്നാക്കി മാറ്റിയെടുത്തതാണ്. അല്ലാതെ ഇതിന് ദുർവ്യാഖ്യാനിക്കപ്പെട്ടതാണ്, അല്ലാതെ അതിന് അത്ര വലിയ ഇതൊന്നുമില്ല. അതിലൊരു കാര്യം കൂടെ, അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഏതെങ്കിലും ഒരാൾ പറയുന്നു, ഇപ്പോൾ ഒരു ഇത് എന്താണ് യോനി പൂജ ഉണ്ട് അല്ലെങ്കിൽ താന്ത്രിക് സെക്സ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ രീതിയെ ഇങ്ങനെയൊന്നും അല്ല, ഏതൊരു സ്ത്രീക്കും ചെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമേ അല്ല, അതൊന്നും പെട്ടെന്നൊന്നും ആ ഒരു രീതി അല്ല എന്നും കൂടിയല്ലേ അങ്ങ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അങ്ങനെ ആർക്കും എപ്പോഴും കയറി ചെയ്യാവുന്ന അങ്ങനെ ഒന്നല്ല. ഒരു ദേവിയായി സങ്കല്പിക്കുന്ന ഒരു സ്ത്രീയെ ശക്തി സ്വരൂപിണിയാക്കി മാറ്റുന്ന ഒന്നാണ്. അതിനിപ്പം നഗ്നപൂജ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഴയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് ഇതിനു വേണ്ടി മാത്രം പണം കൊടുത്താൽ വരുന്ന സ്ത്രീകൾ തന്നെ നമ്മുടെ സമൂഹത്തുണ്ട്. സിനിമാ മേഖലയിൽ പെടുന്ന ആളുകൾ പലരും വന്നതായിട്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കലാമേഖലകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളെ വിലക്കെടുത്തുകൊണ്ട് ചില താന്ത്രികരായിട്ടുള്ള ആളുകൾ അവരെ കൊണ്ടുവന്ന് ഇതിനെ ഒറ്റമുണ്ട് പൂജ എന്നൊക്കെയാണ് ഞങ്ങളുടെ ഇടയിൽ പറയുന്ന ഒരു കോഡ് ഭാഷ. അപ്പൊ അങ്ങനെ ഇരുത്തി ഇവരെ പൂജിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് യൗവനയുക്തയായ സ്ത്രീയല്ല, കുമാരിമാരാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് ഋതുമതിയായിട്ടുള്ള കുമാരിമാര്, കന്യകമാരെയാണ് ഇതിരുത്തുന്നത്. കന്യകയെ ദേവി സങ്കല്പത്തിൽ പൂജിച്ച് ഉപാസിക്കുന്ന അല്ലെങ്കിൽ ദേവിയായി പ്രത്യക്ഷ ദേവിയായി നമ്മൾ ബിംബങ്ങളോ മറ്റു ഉപാധികളോ ഉപയോഗിക്കുന്നതിന് പകരം ജീവനുള്ള ഒരു ബിംബത്തെ തന്നെ ഈ സ്ത്രീ രൂപേണ അവിടെ കൊണ്ടുവന്നിരുത്തി സാധാരണ ബിംബത്തിൽ ചെയ്യുന്ന സകല പൂജകളും ഹോമാദി കർമ്മങ്ങളെല്ലാം ഈ സ്ത്രീയുടെ ദേഹത്ത് തന്നെ സങ്കല്പിച്ച് ശക്തിയായി ചെയ്തിട്ട് ആ ശക്തിയെ സ്ത്രീയുടെ ശരീരത്ത് കയറ്റി ശക്തി സ്വരൂപിണിയാക്കി മാറ്റി, അതായത് കർമ്മത്തിലൂടെ ശക്തി സ്വരൂപിണിയാക്കി മാറ്റിയതിനു ശേഷം ഇവർ ആരാണോ ഇതിന്റെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ആ വ്യക്തിയുമായി ഭോഗ ഇതിൽ എത്തുമ്പോൾ ഈ സ്ത്രീയിലേക്ക് നമ്മൾ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ശക്തി ഈ ബന്ധത്തിലൂടെ ഈ പുരുഷന് കൈവരുമെന്ന ഒരു വിശ്വാസം പല കിഴക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞാനൊക്കെ പോകുമ്പോൾ നമ്മുടെ മാന്ത്രികയുടെ തലസ്ഥാനമായ കാമാക്കിയും സംബന്ധമായ പ്രദേശത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു സമ്പ്രദായം പലരും ഇവിടെയും വളരെ നിഗൂഢമായി ബ്ലാക്ക് മാസ് പോലെയൊക്കെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പല താന്ത്രികരും അങ്ങനെ രഹസ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് കന്യകമാരെയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അങ്ങ് പറഞ്ഞ പോലെ ഒരു പേരിന്, അതായത് മറ്റേയാളെ സംതൃപ്തിപ്പെടുത്താനോ അയാളിൽ നിന്ന് പണം പിടുങ്ങാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇരുത്തി, അങ്ങനെ ഇരുത്തിയാൽ ഈ ദേവി സങ്കല്പത്തിലേക്ക് കയറുകയൊന്നുമില്ല. കാരണം ആ സങ്കല്പം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ തന്റെ ശരീരത്തിലേക്ക് ഈ ശാക്തേയ ശക്തിയെ അല്ലെങ്കിൽ സ്ത്രീ ശക്തിയെ ദേവീ ശക്തിയെ സാംശീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരു നിഗൂഢ സമ്പ്രദായം മാന്ത്രികത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് ഇതുമായി പുലബന്ധമുള്ളതല്ല. ഇതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കൂട്ടിപ്പിടുപ്പ് സമ്പ്രദായമായിട്ട് വേണം നമുക്ക് പറയാനായിട്ട്.